യൂറോ കപ്പിൽ ഇന്ന് രണ്ടാധികായർ നേർക്കുനേർ പോരിനിറങ്ങുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബാപ്പയും. സെമിഫൈനൽ ലക്ഷ്യമിട്ട് പോർച്ചുഗലും ഫ്രാൻസും മുഖാമുഖം വരുമ്പോൾ സൂപ്പർ താരങ്ങളിൽ ഒരാൾ നാട്ടിലേക്ക് മടങ്ങുമെന്ന് ഉറപ്പ്. ഫ്രഞ്ച് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതല്ല കിലിയൻ എംബാപ്പയുടെയും സംഘത്തിന്റെയും പ്രകടനം. ഗ്രൂപ്പ് മത്സരങ്ങളിൽ നെതർലൻഡ്സിനോടും പോളണ്ടിനോടും സമനില വഴങ്ങിയ ടീം ഓസ്ട്രിയയെ സെൽഫ് ഗോളിൽ തോൽപ്പിച്ചതിന്റെ ബലത്തിലാണ് നോക്കൌട്ടിലെത്തിയത്. കരുത്തരായ ബെൽജിയത്തോട് പ്രീ ക്വാർട്ടറിൽ മുട്ടിയപ്പോൾ ഓൺ ഗോളിൽ തന്നെ രക്ഷപ്പെട്ടു. 4 കളികളിൽ ടീം നേടിയ 3 ഗോളുകളിൽ 2 സെൽഫും 1 പെനാൽറ്റിയുമാണ്. 4-ൽ 3 ലഭിച്ച ക്ലീൻ ഷീറ്റാണ് ഏക ആശ്വാസം. ആകെ 1 ഗോൾ വഴങ്ങിയതും പെനാൽറ്റിയായിരുന്നു. വമ്പൻ താരങ്ങളായിട്ടും ഒത്തിണക്കവും താളവും മൂർച്ചയും കണ്ടെത്താൻ കഴിയാത്തതാണ് ഫ്രാൻസ് നേരിടുന്ന തിരിച്ചടി. അവസാന യൂറോ കപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും താളം കണ്ടെത്താൻ വിഷമിക്കുന്നു. ഇതുവരെ 1 ഗോൾ പോലും നേടാൻ ക്രിസ്ത്യാനോയ്ക്കായിട്ടില്ല. പ്രീ ക്വാർട്ടറിൽ സ്ലോവേനിയയ്ക്കെതിരെ നിർണായക പെനാൽറ്റി പാഴാക്കുകയും ചെയ്തു. ഇതിനുശേഷം റൊണാൾഡോ പൊട്ടിക്കരഞ്ഞതും അപൂർവ കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെയും തുർക്കിയെയും തോൽപ്പിച്ച പറങ്ങിപ്പട ജോർജിയയോട് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി. ഗോൾരഹിതമായി അവസാനിച്ച പ്രീ ക്വാർട്ടറിൽ ഗോളി ഡിയാഗോ കോസ്റ്റയുടെ തകർപ്പൻ സേവുകളിലാണ് ടീം രക്ഷപ്പെട്ടത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.